ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് പോലും പിടികൊടുക്കാതെ ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്കിടയിലോ പാകിസ്ഥാനിലെ ആഴമേറിയ ബങ്കറുകൾക്കുള്ളിലോ ഒക്കെ ഒളിച്ചിരിക്കുന്ന ഭീകരരെ സെക്കൻഡുകൾക്കുള്ളിൽ ചാരമാക്കാൻ കെൽപ്പുള്ള ഒരു മാരകായുധം. ലോകം ഇതിനെ ഹാമർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇനി മുതൽ ഈ പേര് കേൾക്കുമ്പോൾ ലോകം ഓർക്കുക ഫ്രാൻസിനെയല്ല, പകരം നമ്മുടെ ഭാരതത്തിനെയായിരിക്കും. മുംബൈ നഗരം ഇന്ന് വെറുമൊരു സാമ്പത്തിക തലസ്ഥാനമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രം മാറ്റി എഴുതുന്ന ഒരു യുദ്ധതന്ത്ര കേന്ദ്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇന്ന് മുംബൈയിൽ കൈകോർക്കുമ്പോൾ പിറക്കുന്നത് കോടികളുടെ ബിസിനസ് മാത്രമല്ല, മറിച്ച് ഇന്ത്യയെ ലോകത്തെ ഒന്നാം നമ്പർ ആയുധ നിർമ്മാണ ശക്തിയാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ആണ്. എന്താണ് ഈ ഹാമർ മിസൈലുകളുടെ പ്രത്യേകത? ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ ആയുധപ്പുരയാകാൻ പോകുന്നത്? വെറും വാർത്തകളല്ല, വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യ ലോകത്തെ എങ്ങനെ ഭരിക്കുമെന്ന് തെളിയിക്കുന്ന കൃത്യമായ വിശകലനമാണ്. ഈ വീഡിയോ നിങ്ങളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിങ്ങളുടെ രക്തം തിളപ്പിക്കുമെന്നത് തീർച്ചയാണ്. നമുക്ക് തുടങ്ങാം. ഇന്ന് മുംബൈയിലെ ലോക് ഭവനിൽ നടക്കാൻ പോകുന്നത് വെറുമൊരു ചായ സൽക്കാരമല്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്റെ 4ാമത്തെ ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടി എത്തുമ്പോൾ മുംബൈ തിരഞ്ഞെടുത്തതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ഇന്ത്യയുടെ വ്യവസായ ഭീമന്മാരും സ്റ്റാർട്ടപ്പ് സംരംഭകരും ഗവേഷകരും ഒത്തുചേരുന്ന മുംബൈ ഇന്ത്യയുടെ ഭാവി സാങ്കേതിക വിദ്യയുടെ സ്ഥിരാകേന്ദ്രമാണ്. എന്തുകൊണ്ട് ഫ്രാൻസ് ഇന്ത്യക്ക് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു? മിറാഷ് 2000 മുതൽ റഫേൽ വരെ ഇന്ത്യയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്ന വിശ്വസ്ത സുഹൃത്താണ് ഫ്രാൻസ്. ഇന്നുച്ച കഴിഞ്ഞ് 3:15 ആരംഭിക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. പ്രതിരോധം, ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക. പിന്നെ കൃത്രിമ ബുദ്ധി, യുദ്ധകളത്തിൽ പോലും AI ഉപയോഗിച്ച് ശത്രുവിനെ തകർക്കുക. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ 2026 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് സംഭവിക്കുക. ഇതിനുശേഷം മാക്രോൺ ന്യൂഡൽഹിയിലേക്ക് തിരിക്കുന്നത് ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 പങ്കെടുക്കാനാണ്. അതായത് വരും കാലത്തെ യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ട് മാത്രമല്ല, ആൽഗോരിതങ്ങൾ കൊണ്ടും ഇന്ത്യ ജയിക്കുമെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഹാമർ എന്ന പേരിന് പിന്നിൽ ഒരു ഭീകരമായ അർത്ഥം കൂടിയുണ്ട്. ഹൈലി എഗെയിൽ മൊഡ്യൂലർ മ്യൂണീഷ്യൻ എക്സ്റ്റൻഡഡ് റേഞ്ച്. ഫ്രഞ്ച് ഭാഷയിൽ ഇതിനെ AASM എന്ന ഹാമർ എന്ന് വിളിക്കുന്നു. ഹാമറിനെ നിങ്ങൾ വെറും ഒരു മിസൈലായി കാണരുത്, ഇതൊരു സ്മാർട്ട് കിറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. സാധാരണയായി വിമാനങ്ങളിൽ നിന്നും താഴേക്ക് ഇടുന്ന ഊമ ബോംബുകളെ അഥവാ ഡം ബോംബ്സിനെ അത്യാധുനിക ഗൈഡഡ് മിസൈലുകളാക്കി മാറ്റാൻ ഈ കിറ്റിന് സാധിക്കും. ഇതിൽ ഇൻഫ്രാറെഡ് സെൻസറുകളും ലേസർ ഗൈഡൻസും ഒക്കെ ഉണ്ട്. മേഘങ്ങൾക്കിടയിലൂടെയോ പുകപടലങ്ങൾക്കിടയിലൂടെയോ ഒക്കെ ലക്ഷ്യത്തെ കൃത്യമായി കണ്ടെത്താൻ ഇത് സഹായിക്കും. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് ബൂസ്റ്ററുകൾ ബോംബിന് 70 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പറക്കാനായി കരുത്ത് നൽകും. 250 കിലോ മുതൽ 1000 കിലോ വരെയുള്ള ബോംബുകളിൽ ഈ കിറ്റ് ഘടിപ്പിക്കാം. അതായത് ഒരു ചെറിയ കെട്ടിടം മുതൽ വലിയ ഭൂഗർഭ ബങ്കറുകൾ വരെ തകർക്കാൻ ഇതിന് സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹാമർ വളരെ പ്രധാനമാണ്. ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ഹിമാലയൻ നിരകളിലൊക്കെ യുദ്ധം ചെയ്യുക എന്നത് അതീവ ദുഷ്കരമാണല്ലോ. എന്നാൽ ഹാമർ മിസൈലുകൾക്ക് പർവ്വതങ്ങളുടെ ചെരിവുകൾക്കനുസരിച്ച് പാത മാറ്റാനും ശത്രു ഒളിച്ചിരിക്കുന്ന ഗുഹകളിലേക്ക് വരെ തുളച്ചു കയറാനും സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ എന്തിനാണ് ഹാമറിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് പലരും ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആണ്. പഹൽഗാമിൽ ഭീകരർ നടത്തിയ ക്രൂരതയ്ക്ക് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയായിരുന്നു അത്. പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലെ അതീവ സുരക്ഷയുള്ള ഭീകര ക്യാമ്പുകൾ തകർക്കാൻ ഇന്ത്യ തിരഞ്ഞെടുത്തത് റാഫേൽ വിമാനങ്ങളും അതിൽ ഘടിപ്പിച്ച ഹാമർ മിസൈലുകളുമായിരുന്നു. 9 പ്രധാന കേന്ദ്രങ്ങളിലായി 21 ഭീകര ക്യാമ്പുകൾ ഒരേ സമയം തകർത്തു. പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾക്കോ ജാമിംഗ് ഉപകരണങ്ങൾക്കോ ഹാമറിനെ തടയാനായില്ല, കണ്ടെത്താൻ പോലും സാധിച്ചു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നീ സംഘടനകളുടെ നൊട്ടലൊടിക്കാൻ ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു വലിയ തീരുമാനത്തിലേക്ക് നയിച്ചത്. ഈ ആയുധം നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കണം. ഇന്ന് മുംബൈയിൽ ഒപ്പിടുന്ന ധാരണാപത്രം വെറും ഒരു കരാറല്ല, അതൊരു സാങ്കേതിക വിപ്ലവം തന്നെയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഇലക്ട്രോണിക്സും ചേർന്ന് പുനെയിൽ ഒരു സംയുക്ത സംരംഭം തുടങ്ങുകയാണ്. ഇനി ഇതിന്റെ ഗുണങ്ങളും ലക്ഷ്യങ്ങളും പറയാം. ഒന്ന്, തദ്ദേശീയവൽക്കരണം. തുടക്കത്തിൽ ചില ഭാഗങ്ങൾ കൊണ്ടുവരുമെങ്കിലും വൈകാതെ ഹാമറിന്റെ 60% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുക. ഇലക്ട്രോണിക്സ് മുതൽ മെക്കാനിക് ഭാഗങ്ങൾ വരെ നമ്മുടെ എഞ്ചിനീയർമാർ നിർമ്മിക്കും. ടേൺ അറൗണ്ട് സമയം യുദ്ധമുണ്ടായാൽ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല. നമ്മുടെ ഫാക്ടറിയിൽ നിന്നും നേരിട്ട് മിസൈലുകൾ വിമാനത്താവളങ്ങളിലേക്ക് എത്തും.
കയറ്റുമതി ഇന്ത്യയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഈ മിസൈലുകൾ സൗഹൃദ രാജ്യങ്ങൾക്ക് വിൽക്കാൻ ഇന്ത്യക്ക് അനുമതിയും ലഭിക്കും. അതായത് ഇന്ത്യ ഒരു ആഗോള ആയുധ വിതരണക്കാരായി മാറുമെന്ന് സാരം. ഈ സംയുക്ത സംരംഭത്തെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ വരും തലമുറയിലെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഒക്കെ വലിയൊരു അവസരം കൂടിയാണ് നൽകുന്നത്. അതായത് ഹാമർ മിസൈൽ ഒരു ഭാഗം മാത്രമാണ്. മോദിയും മാക്രോണും തമ്മിലുള്ള ചർച്ചയിൽ മറ്റൊരു വമ്പൻ സ്രാവുണ്ട്. 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ. കോടിക്കണക്കിന് ഡോളറിന്റെ ഈ കരാർ ഇന്ത്യയുടെ വ്യോമസേനയെ ലോകത്തിന്റെ തന്നെ ഏറ്റവും മാരകമായ ശക്തിയാക്കി മാറ്റും. കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്കായി റാഫേൽ എം പതിപ്പുകളും അതുപോലെ ചർച്ചയിലുണ്ട്. നമ്മുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്തില് അതിൽ നിന്നും കുതിച്ചുയരുന്ന റാഫേൽ വിമാനങ്ങളിൽ ഇനി ഘടിപ്പിക്കുക ഇന്ത്യയിൽ നിർമ്മിച്ച ഹാമർ മിസൈലുകൾ ആയിരിക്കും എന്നതും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. കടലിലും ആകാശത്തും ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. അതേസമയം ബംഗളൂരുവിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയും തമ്മിൽ നടത്തുന്ന ചർച്ചകൾ മറ്റൊരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ടാറ്റയും എയർബസും ചേർന്ന് നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററുകൾ ഇന്ത്യയുടെ ആഭ്യന്തര നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ ഉണർവും നൽകും. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്ന ആയുധങ്ങൾക്കായി കാത്തുനിന്ന ഇന്ത്യ ഇന്ന് അവർക്കൊപ്പം നിന്ന് പുതിയവ നിർമ്മിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഈ നീക്കങ്ങൾ ഇന്ത്യയെ വെറും ഒരു ഉപഭോക്താവിൽ നിന്നും നിർമ്മാതാവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോടെ തീർച്ചയായും അത് നമ്മുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കും, അല്ലെ? അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടും. തീർന്നില്ല, പ്രതിരോധ ഇറക്കുമതിക്കായി വിദേശത്തേക്ക് ഒഴുകുന്ന ശതകോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും. ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾക്കോ പാകിസ്ഥാന്റെ ഭീകരവാദത്തിനോ ഇനി ഇന്ത്യ നൽകുന്ന മറുപടി 10 ഇരട്ടി പ്രഹരശേഷിയുള്ളതുമായിരിക്കും. ആകാശത്ത് റാഫേലും അതിൽ ഇന്ത്യയുടെ സ്വന്തം ഹാമറും ഉണ്ടെങ്കിൽ ശത്രുവിന് മരണമല്ലാതെ മറ്റു വഴികളില്ല. ഈ വലിയ നേട്ടത്തിൽ നിങ്ങളുടെ അഭിമാനം തോന്നുന്ന കമന്റുകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ മോദി സർക്കാർ നടത്തുന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും ഇവയെല്ലാം തന്നെ താഴെ കമന്റ് ചെയ്യുക. ഇന്ത്യ ആയുധക്കരുത്തിൽ ലോകത്തെ നയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് ഓരോ ഇന്ത്യക്കാരനും അറിയട്ടെ. ഇതുപോലെയുള്ള കൂടുതൽ തന്ത്രപ്രധാനമായ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ അടുത്ത മാരകായുധം എന്തായിരിക്കണം? തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 2 കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും ഇവയെല്ലാം തന്നെ കമന്റിൽ പറയണം. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.